തെരഞ്ഞെടുപ്പിൽ വരുന്നുണ്ട്. ഇവിടെ ഈ നഗരത്തിന് പുറത്ത് കണ്ണാടി ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിലും ഇപ്പോൾ മികച്ച പോളിംഗ് തന്നെയാണ് തുടരുന്നത്. പല ബൂത്തിലും വേഗതക്കുറവുണ്ട്. അത് നമ്മൾ നേരത്തെയും ശ്രീജിത്തും അല്ലെങ്കിൽ അരുണും എല്ലാവരും ഒരേ സ്വരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ്. ഓരോ ബൂത്തിലും വോട്ടിംഗ് പ്രക്രിയ അല്പം സാവധാനത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന്. ഇത് സംബന്ധിച്ച് നമ്മുടെ പ്രതിനിധി ശ്രീജിത്ത് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിലേക്കാണ് ഇനി. ഗ്രാമപ്രദേശങ്ങളിലും രാവിലെ മുതൽ നല്ല തിരക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന കാഴ്ച. പ്രായമുള്ളവർ അങ്ങനെ എല്ലാ തരത്തിലുള്ള ആളുകളും വോട്ട് ചെയ്യാൻ വേണ്ടി ആവേശപൂർവ്വം വന്നു പോകുന്നൊരു സ്ഥിതിവിശേഷമാണ് ഈ കണ്ണാടിയിൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ പലരും ഉണ്ട്, ശരിക്ക് നടക്കാൻ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകളുണ്ട്. അദ്ദേഹം ഉൾപ്പെടെ ഇരുന്നോടെ എങ്ങനെയുണ്ട് വോട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട്? ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് പ്രധാനം. ബുദ്ധി കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നെങ്കിൽ ഇതിലൊക്കെ പങ്കെടുക്കണം. പൗരബോധമുള്ള മനുഷ്യരെല്ലാം ചെയ്യണം. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇൻപേഷ്യന്റ് ആണ്. പെർമിഷൻ എടുത്തിട്ട് നമ്മുടെ സ്വന്തം റിസ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് വോട്ട് വിനിയോഗിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ആശുപത്രി നേരിട്ട് ഇൻപേഷ്യന്റ് ആണ്. ഏത് ആശുപത്രിയിലാണ്? ഇപ്പം പാലനയിലായിരുന്നു. ഞങ്ങൾക്ക് പാർഷ്യലി ബ്രദറാണ്. എനിക്ക് വോട്ടില്ല, പക്ഷെ ഏട്ടന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പം പൗരബോധം എല്ലാവരിലും എത്തിക്കണം. ഇത് അതിനൊരു പുള്ളിക്കൊരു ഇതും കൂടി ആവില്ലേ, കോൺഫിഡൻസ് കൂടും. എല്ലാവരും മെസ്സേജ് എത്തിക്കട്ടെ, എല്ലാവരും വിനിയോഗിക്കട്ടെ വോട്ടുകൾ. ശരി. എന്തായാലും അങ്ങനെയാണ്. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്നതിന് മുൻപ് തന്നെ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി ആവേശപൂർവ്വം എത്തിയതാണ് അദ്ദേഹം. എന്തായാലും പൗരബോധത്തെക്കുറിച്ച് തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. കണ്ണാടിയിൽ നിന്നുള്ള കാഴ്ചകളാണ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ കാഴ്ച മാത്രമല്ല, തൊട്ടു മുമ്പ് കണ്ടത് ഒരു പ്രായമായ ഒരു അമ്മയുടെ കാഴ്ചയാണ്. എന്തായാലും അദ്ദേഹം തിരിച്ച് ആശുപത്രിയിലേക്ക് അഡ്മിറ്റ് ആകാൻ വേണ്ടി വീണ്ടും തിരിച്ചു പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പുറത്തേക്ക് വന്നാൽ ഇവിടെ വലിയ നല്ല തിരക്ക് ഇപ്പോഴും തുടരുന്ന കാഴ്ച തന്നെയുണ്ട്. ഈ ബൂത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 2 ബൂത്തുകളാണ് ഇവിടെ ഉള്ളത്. ആ 2 ബൂത്തിലും നല്ല തിരക്ക് അനുഭവപ്പെടുന്ന സ്ഥിതിവിശേഷമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാവിലെ മുതൽ ഇതാണ് സ്ഥിതി എന്നാണ് പറയുന്നത്. 1328 വോട്ടർമാർ ഇവിടെ ഉണ്ട്. അതിന്റെ ഒരു തിരക്ക് കൂടിയാണ് എന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് ഇവരോട് ചോദിക്കാം, എപ്പോ വന്ന രാവിലെ എത്തിയോ അതോ? ഞാൻ ഒരു മണിക്കൂറാവും കേട്ടോ. 1 മണിക്കൂറാവും. എങ്ങനെയുണ്ട്, വേഗതയുണ്ടോ? എന്താണ്? വേഗതയില്ല, കുറവാണ്. അതിന്റെ ഒരു പ്രശ്നമുണ്ട് അല്ലേ? വേഗതയുടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ 1 മണിക്കൂറൊക്കെ നിൽക്കേണ്ടി വന്ന ബുദ്ധിമുട്ട് തന്നെയല്ലേ. ശരി. എപ്പോ എത്തിയ ചേട്ടാ? 11 മണിക്ക്. ഒരു സ്ലോ ആണ്. അപ്പുറത്ത് പക്ഷേ തിരക്കില്ല അല്ല, അവിടെ കുറച്ച് വോട്ട് കുറവാണ്. ഇവിടെ കൂടുതലുണ്ട്. എപ്പോ കുറച്ചു നേരമായി? 10:30. ഇവിടെയൊക്കെ സാധാരണ ഇങ്ങനെയൊക്കെ തന്നെയാണോ തിരക്ക്? കഴിഞ്ഞ പ്രാവശ്യം ഇത് തന്നെയായിരുന്നു. ചേട്ടാ എങ്ങനെയുണ്ട് ഇത്തവണ? ഉദ്യോഗസ്ഥന്മാരുടെ പണി ഭയങ്കര മോശമായി. കാത്തു നിന്നിട്ട് തലയിട്ട് വീഴാൻ പോണ കണ്ടീഷനായി. പോയിട്ട് വന്നാണ് വീട്ടിൽ അല്ലല്ല, ഭയങ്കര മോശമായി. ഇങ്ങനെ കാത്തു നിൽക്കാൻ പാടില്ല. എന്താണ് മോനെ അവസ്ഥ? ഭയങ്കര തിരക്കാണ്. ആളുകൾ അത് തന്നെയാണ് പറയുന്നത്. അത് അമ്മമാരൊക്കെ ഉണ്ട്, നമുക്ക് അവരോട് ചോദിക്കാം. എപ്പ എത്തി? കുറച്ചു നേരം ആയോ നിക്കാൻ തുടങ്ങിയിട്ട്? കുറഞ്ഞേരമായി. എന്താ ഒരു സ്പീഡില്ല എന്നുണ്ടോ? സ്പീഡ് കുറവാണ്. വന്നിട്ട് 1 മണിക്കൂർ മേലെ. നോക്കൂ, ഇവിടെ സ്ത്രീകളുടെ വലിയ നീണ്ട നിര തന്നെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ നേരത്തെ പല ബൂത്തുകളിലും കണ്ടിട്ടുള്ളത് പോലെ തന്നെയാണ് ഇവിടെയും നീണ്ട നിര തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ആവേശപൂർവ്വം വോട്ടർമാർ ഈ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിൽ പങ്കാളിയാകുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ബൂത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്ന കാഴ്ച. അതേസമയം തന്നെ തൊട്ടടുത്ത ബൂത്തുണ്ട്, 164 നമ്പർ ബൂത്ത്. പക്ഷെ അവിടെ അത്രയും തിരക്കില്ല. അവിടെ വോട്ടർമാരുടെ എണ്ണവും ഇവിടുത്തെ അപേക്ഷിച്ച് കുറവാണ്. ഏതാണ്ട് 800ഓളം വോട്ടർമാർ മാത്രമാണ് ആ ബൂത്തിലുള്ളത് എന്നുള്ളതാണ് എടുത്ത് കാണാൻ സാധിക്കുന്നത്. തൊട്ടടുത്ത ബൂത്താണ്. ഇവിടുത്തെ അപേക്ഷിച്ച് ഇവിടെ ഏതാണ്ട് 1300 ഉണ്ട്. അവിടെ കേവലം 800ഓളം വോട്ടർമാർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ ആളുകൾ വന്ന് കയറി ഇറങ്ങി പോകുന്ന കാഴ്ചയാണുള്ളത്. ഈ പ്രായമായവരെയൊക്കെ സംബന്ധിച്ച് അവര് ഈ ഒരു
ഏറെ നേരം നിൽക്കുന്നതിന്റെ ബുദ്ധിമുട്ട് പലരും പറയുന്ന സ്ഥിതിവിശേഷം തന്നെയാണുള്ളത്. എന്തായാലും കണ്ണാടി സ്വാഭാവികമായും ഇടത് പഞ്ചായത്താണ് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇത്തവണ ഇടതുപക്ഷം കാര്യമായി വോട്ട് പ്രതീക്ഷിക്കുന്ന സ്ഥലം കൂടിയാണ്. അവർ വിജയിക്കുമെന്ന് ഉറപ്പ് പറയുന്ന സ്ഥലം കൂടിയാണ്. BJPയും ഈ കണ്ണാടിയിൽ വോട്ട് കൂട്ടുമെന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. UDFന് കഴിഞ്ഞ തവണയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റി. അവകാശവാദങ്ങളിൽ ആര് മുന്നിലെത്തും എന്നൊക്കെയുള്ളതാണ് കണ്ടറിയാനുള്ളത്. എന്തായാലും വലിയ ആവേശപൂർവ്വം മാതൃകാപരമായ കാഴ്ചകൾ തന്നെ കാണാൻ കഴിയുന്നുണ്ട് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ് കണ്ണാടിയിൽ നിന്ന് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. യെസ്, അങ്ങനെ കണ്ണാടി പിരായിരി കണ്ണാടിയിലാണ് നേരത്തെ ഒരു വോട്ട് ചലഞ്ച് LDF നടത്തിയ വോട്ട് ചലഞ്ചിലുള്ള പ്രതികരണമാണ് നേരത്തെ. അതിന്റെ വാർത്തയൊക്കെ ഇപ്പൊ പുറത്തു വന്നുകൊണ്ടേയിരിക്കും. നേരത്തെ അത് ഇരട്ട വോട്ടാണോ എന്നുള്ളത്. ഇപ്പൊ 2 വീടുകളുണ്ട്. ഈ വോട്ടർ ID-യിലെ ആധാർ കാർഡിലെയും വിലാസം കണ്ണാടി പഞ്ചായത്തിലാണെന്നൊക്കെ വോട്ടർ പ്രതികരിച്ചു. ഇതായിരുന്നു കണ്ണാടിയിലെ നേരത്തെ VVR റിപ്പോർട്ട് ചെയ്തു 170 നമ്പർ ബൂത്തിലാണ് ആ ഒരു വോട്ട് LDF ചാലഞ്ച് ചെയ്തത്. തേങ്കുറിശ്ശിയിലാണ് വോട്ടറുടെ സ്ഥിരതാമസം. കണ്ണാടിയിൽ വോട്ട് ചെയ്യുന്നു. അതായത് അവിടെ വോട്ട്